എന്തുകൊണ്ടാണ് ഭഗവാൻ വിഷ്ണു നാവാമുകുന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് അറിയുമോ? കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിലാണ് പ്രസിദ്ധ നാവാമുകുന്ദ ക്ഷേത്രം. കേട്ടിട്ടില്ലേ? നാവാമുകുന്ദ ഹരേ ഗോപാലക പാഹി മുകുന്ദ ഹരേ. മാമാങ്കത്തിൻ്റെ ചരിത്രം നിദ്രകൊള്ളുന്ന തിരുനാവായയിലാണ് പുരാതനമായ ഈ ക്ഷേത്രം. സ്വയംഭൂവായ ഭഗവാൻ മണ്ണിൽ നിന്നും ഉയർന്നു വരികയും മണ്ണിലേക്ക് തന്നെ താഴ്ന്നു പോവുകയും ചെയ്തു. 8 പ്രാവശ്യം ഇത് സംഭവിച്ചു. 9ാം തവണ ഉറച്ചു. 9ാമത്തേതെന്നതിനാൽ നാവാമുകുന്ദനായി. പിന്നീട് നാവാമുകുന്ദൻ എന്ന് പറയാൻ തുടങ്ങി. തിരു എന്ന വിശേഷണം കൂടി ചേർത്തു എന്ന് ഐതിഹ്യം. അയോധ്യാപതിയായിരുന്ന ഋഷഭദേവന് 9 പുത്രന്മാരുണ്ടായിരുന്നു. അവരെ നവയോഗികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക നന്മയ്ക്കായി അവർ തീർത്ഥാടനത്തിനിറങ്ങി. യാത്രാമധ്യേ അവർക്ക് ഓരോ സാളഗ്രാമം ലഭിച്ചു. അവയിൽ 8ഉം പ്രതിഷ്ഠിച്ചു. എന്നാൽ എല്ലാം താണുപോവുകയാണുണ്ടായത്. ഉറയ്ക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്നായിരുന്നു പ്രശ്നത്തിൽ തെളിഞ്ഞത്. 9ാമത്തെ സാളഗ്രാമവുമായി അവർ നിളാനദിക്കരയിൽ എത്തി. ഇവിടെ വിഷ്ണു സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തി. 9 ഋഷിവര്യന്മാർ ചേർന്ന് നടത്തിയ പ്രതിഷ്ഠയായതുകൊണ്ട് ഭഗവാൻ നാവാമുകുന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നും ഐതിഹ്യമുണ്ട്.